ഹായ്, ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പായസക്കൂട്ടാണ് കേട്ടോ. ഓണമല്ല, എന്തായാലും ഓണം സ്പെഷ്യലാണ്. അത് നമുക്ക് ഞാൻ ഗ്യാസ് കത്തിക്കാനേ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചു. ഞാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം നന്നായിട്ട്. എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ പായസം ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ പായസം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വെള്ളം വറ്റണ്ടേ. ഞാനില്ലേ ആദ്യം ഒരു കാര്യം പറയട്ടെ, എന്നെ ചൂടാവട്ടെ കേട്ടോ. ഇതിൽ വേണ്ട കൂട്ടുകൾ ഞാൻ പറയാം. ആദ്യം കൂട്ടൊന്നും വേണ്ടാവേ. ആദ്യം ഞാനെൻ്റെ കൂട്ട് പറയാവേ. അത് നമുക്ക് ആദ്യം ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടല്ല. ഞാൻ ആദ്യം നമ്മുടെ സേമിയോ എല്ലാവരും വെക്കണതല്ലേ. നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും സേമിയോ പായസം വെക്കാറുണ്ട്. ഞാൻ ഈ ഒരു പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ സേമിയോ. പിന്നെ നമ്മൾ സാധാ വേണ്ടതെന്ന് നെയ്യ്. അത് ഏത് നെയ്യായാലും കുഴപ്പമില്ല, നെയ്യ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കിസ്മസും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇങ്ങനെയുള്ളതൊക്കെ. അത് ഞാൻ ഒരു ചെറിയ പാക്കറ്റാണ് തരുന്നത്. നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് എടുക്കാം. അപ്പം മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റം അറിയാനുള്ള പാല് ഞാൻ എടുത്തേക്കുന്നത് 2 കവർ പാലാണ് എടുത്തേക്കണത് കേട്ടോ. ഞാനത് നെയ്യ് ഒഴിക്കാൻ പോകണേ. നെയ്യ് നമ്മുടെ ആവശ്യത്തിന് നമുക്കിടാം. ഇത്രയും നെയ്യ് മതി. കുറച്ചും കൂടി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഒഴിക്കാവേ. അത് നെയ്യിന് കുറച്ചും കൂടി നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നെയ്യ് നമ്മൾ മാറ്റി വെക്കണം, നമുക്ക് ആവശ്യം വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സേമിയ ഒന്ന് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. സേമിയ വെക്കണേൽ നമുക്ക് ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കണ്ട ക്യാരറ്റ് ഇങ്ങനെ ചീകണം. ഞാനിങ്ങനെ ചീകി വെച്ചിട്ടുണ്ട്, ചെറുതാക്കി ഇങ്ങനെ ചീകി വെച്ചേക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ക്യാരറ്റ്. ഇത് ചൂടായി ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് ഒക്കെ ഇടാൻ പോകുന്നതാണ്. എനിക്ക് ഇവിടെ എല്ലാവർക്കും അധികം ഇഷ്ടമല്ല ഈ സാധനം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് മേടിച്ചേക്കുന്നത്. ചിലർക്ക് ഇത് മധുരത്തിനൊപ്പം ഒരു പുളിപ്പ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം എൻ്റെ വീട്ടിൽ പൊതുവെ ഇത് ആർക്കും അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഒരു പാക്കറ്റ് മാത്രം മേടിച്ചേക്കുന്നത് കേട്ടോ. കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടും. പക്ഷെ ഇവിടെ എന്തോ ആൾക്ക് സാധനം വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് ഒരു പാക്കറ്റിലോട്ട് ഒതുക്കി തീർത്തേക്കുന്നത്. നമുക്കിത് എത്രയാണ് അത്രയും നല്ലത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചിലവർ ചൂടാക്കുക. അത് നമ്മൾ പായസത്തിന് ഉണ്ടാക്കുന്ന പോലെ ഇതെല്ലാം ചേർത്ത് ഉണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാവേ. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിലോട്ട് നല്ലോണം ഇതാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കാഷ്നട്ടും ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാവേ.
അതൊന്ന് മൂക്കട്ടെ കേട്ടാ ആ സാധനം ഒന്നൊരു ബ്രൗൺ ഷെയ്ഡ് ആവണേ. അത് വറുത്ത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. വറുത്ത് നല്ല ബ്രൗൺ ഷെയ്ഡായേ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ ഇതേപോലെ. ഇത് നമുക്ക് മാറ്റി വെക്കാവേ. ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് മറ്റേ ഇവിടെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ക്യാരറ്റ് അത് ഞാൻ ഇടാൻ പോണേണ്. ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് ക്യാരറ്റ് കൊടുക്കാവേ. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവുമായിരിക്കാം, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. എന്നാലും ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കണേ. ഇതിപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാകും, ഇങ്ങനത്തെ പായസം ഉണ്ടോ ഇതുപോലെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമായിരിക്കാം നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്ക് എന്തായാലും ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാനെന്തായാലും ഈ ഓണത്തിന് ഈ ഒരു പായസം ഉണ്ടോ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇത് ഒന്ന് നല്ലോണം ഒന്ന് വേവണേ. ഈ സാധനം നെയ്യിൽ തന്നെ കിടന്ന് ഇങ്ങനെ നമ്മ ഇളക്കി തന്നെ കൊടുക്കണേ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, കരിഞ്ഞു പോകും നമ്മ. അപ്പം അതുകൊണ്ട് ഇതിട്ടും കൊണ്ട് ആരും പോവരുത്. ഇതിങ്ങനെ തന്നെ നമ്മ ചെയ്ത് കൊടുത്ത് നമുക്കറിയാമല്ലോ ഓട്ടോമാറ്റിക് അതിൻ്റെ വേവുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ വേവ് ഒരു ഇച്ചിരി ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ ഒന്നും ഇതാവണ്ട. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ വേവ് എന്തോരം. കാരണം അധികം നേരം ഒന്നും ഇങ്ങനെ കാണിക്കുകയും വേണ്ട. അതെന്തായാലും ഇപ്പം തന്നെ നമുക്ക് ശരിയാകും ഈ സാധനം. ഞാനിതിനകത്ത് ഇച്ചിരി കൂടി നെയ്യ് ഒഴിക്കാൻ പോകുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ നെയ്യ് മാറ്റി വെക്കണേന്ന്, നമുക്ക് ആവശ്യം വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിക്കണേ. ഇത്രയും കൂടി നെയ്യ് ഒഴിക്കണേനെ മതി. ആ നെയ്യൊന്ന് ഇതാവട്ടെ കേട്ടോ. നമുക്ക് നെയ്യൊന്ന് അടുത്ത് തന്നെ ഞാനതൊന്ന് വേവാൻ വേണ്ടി ഇച്ചിരി കൂടി നെയ്യ് ഒഴിച്ചതാണ്. ഇച്ചിരി തീ കൂട്ടി കൊടുക്കണ്ട കേട്ടോ, ഒന്നും കൂടെ ഒന്ന് വേവാനായിട്ട്. അപ്പോൾ ഒരുപാട് തീ കൂട്ടി നിങ്ങൾ കരിച്ച് കഴിയരുത്. നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ തീ കൂട്ടി വെക്കാം. അത് എന്നിട്ട് ഇതേപോലെ ഞാൻ ഇളക്കണുണ്ട്. നല്ലോണം ഇളക്കി ശരിയാക്കണം. ഞാൻ ഇതേപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്ലേറ്റിൽ നമ്മൾ വെള്ളമൊന്നും പാടില്ല, കഴുകി നല്ലോണം തുടച്ച് വെച്ച പ്ലേറ്റ് ആയിരിക്കണേ. ഇത് കണ്ട ഇതേപോലെ ഉടങ്ങിയ പ്ലേറ്റ് ആയിരിക്കണം നല്ലോണം. ഞാനിത് ഇതിനകത്തോട്ട് ഇത് വാങ്ങി വെക്കാൻ വേണ്ടിയാണ്. ഇത് മൊത്തം ഇതേ അതിനകത്തോട്ട് എടുത്ത് വെച്ചു. മൊത്തം ഇതായിട്ടുണ്ട്. ഞാൻ വേറൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരിത്തിരിയും കൂടി ഇതിടണേ. നെയ്ച്ചിരിയും കൂടി ലേശം മതി കേട്ടോ, തേങ്ങ മതി. നമുക്ക് സേമിയോൻ്റെ ഇതിടാൻ വേണ്ടിയാണ് ഞാനത് വെച്ചത്. ഞാനിത് പൊട്ടിക്കാൻ പോണേനെ. ഇത് വറുത്ത് വന്നതാണ് കേട്ടോ. ഇതിൽ നമുക്ക്
എല്ലാം ഉണ്ടാകും ഇതിനകത്ത്. ഈ പാക്കറ്റ് നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇടുമ്പോൾ ഞാൻ കാണിച്ചത് വറുത്ത് വേണമെങ്കിൽ പഞ്ചസാര ഉണ്ടാകും ഇതിനകത്തും, കഷ്ണണ്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് വന്നത്. നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിലേക്ക് തന്നെ ഞാൻ ഇടാൻ പോകണം. ജസ്റ്റ് ഇറക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കരുട്ടോ, കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ കിടക്കണതെല്ലാം പഞ്ചസാരയുടെ ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ പഞ്ചസാര വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ചിലവർക്ക് മധുരം ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, മധുരം കുറച്ച് മധുരം ആൾക്കാരുണ്ടാകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതിടാനായിട്ട്. കണ്ടോ, ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. കണ്ടോ, ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഇത്. കണ്ടോ ഈ പാക്ക് വന്നത്. നമ്മത് ഇളക്കണ്ട, ഈ സാധനം ഒന്നും ചെയ്യണ്ട. ഞാൻ ആ നെയ്യൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമേ ഇതിലിട്ടൊന്ന് മൊത്തം ഇത് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാലൊഴിക്കാം. ഇനി അത് ഞാൻ പാലൊഴിക്കാൻ പോണേന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാലൊഴിക്കാൻ പോണേനെ. പാല് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാവേ. പാല് ഞാൻ ഇച്ചിരി പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊന്ന് സെറ്റായിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള നമ്മൾ മാറ്റി വെച്ചില്ലേ ക്യാരറ്റ് അതിടാനായിട്ട്. നമ്മൾ തിളച്ച് വേണം, അതൊന്ന് വേവണം നന്നായിട്ട് സേമിയ കൊണ്ട് കൂട്ട്. എന്നിട്ട് വേണം ഇത്തിരി പാല് ഞാൻ എടുക്കുന്നുണ്ട്. പാല് വെച്ച് ഇത്രയും മാറ്റി വെച്ചു. കാരണം വേറെ ഒന്നല്ല, ചിലപ്പോൾ നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ ചിലപ്പോൾ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പാല് മാറ്റി വെച്ചത്. അങ്ങനെ വന്നിട്ട് കഴിഞ്ഞെങ്കിൽ തന്നെ ആ പാല് നമുക്ക് ഒഴിച്ച് റെഡാക്കിയെടുക്കാം. ഇനി ഇത് തിളച്ച് വന്നു കേട്ടോ, നല്ലോണം തിളക്കണേ. നമ്മൾക്കും ഇതിൽ ഞാൻ ഏലക്ക ഇവിടുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്ക നമുക്കൊന്ന് ചതച്ചിടുന്നത് ചതച്ചിടാം കേട്ടോ. ഈ ഏലക്ക ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിടുകയാണ് ചെയ്യണത് നമുക്ക്. എന്നിട്ട് ഈ തൊണ്ട് ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടും. ഇവിടെ അങ്ങനെയാണ് ഞങ്ങളിവിടെ അങ്ങനെ ചെയ്യാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാറ്. ചതച്ചിട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും, കുറച്ചും കൂടി മണം കിട്ടും നമുക്ക് ഏലക്കത്ത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിനി ഈ സാധനം, നമുക്ക് ഈ ക്യാരറ്റ് ഞാൻ വേവിച്ചതില്ലേ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഒരുപാട് തിളച്ച് പാല് വറ്റാൻ നിൽക്കരുത്. ഒരു തിളച്ച് കഴിയുമ്പോൾ തന്നെ ക്യാരറ്റ് ഇടണം. കാരണം ഞാൻ ഈ ക്യാരറ്റ് നിങ്ങൾ കണ്ടില്ലേ, വെറുതെ ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ഒരു ഇതിൽ വെന്തിട്ടുള്ളൂ, ഒന്നുകൂടെ വേവാനുണ്ട് നല്ലോണം ഈ സാധനം ക്യാരറ്റ്. ഇപ്പം തന്നെ ഒരു ചുവപ്പ് കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നും അല്ല കേട്ടോ, അത് ക്യാരറ്റിൻ്റെ ആ കുറച്ച് അരികത്തൊക്കെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ അംശങ്ങളാണ്. കണ്ടോ, നമ്മൾ വെന്ത് കറക്റ്റായിട്ട് വരുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് വെച്ചാൽ തന്നെ ഒരു ഭംഗി നമുക്ക് തോന്നണ്ടേ. ആ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തോന്നണം നമുക്ക്. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കല്ലേ നമ്മൾ വെച്ച് കൊടുക്കും, അവർ നമ്മളോട് നല്ലതാണ് കേട്ടോ, കൊള്ളാം അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവരെ വായിൽ അങ്ങനെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ ഇത്. മറ്റേ നല്ലോണം തള വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിന് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം.
ആ ഓക്കെ. ഞാനിനി ക്യാരറ്റ് ഇടണേ. ഈ ക്യാരറ്റും ഇട്ടിട്ട് അത് വേവണേ. കാരണം ഞാൻ ക്യാരറ്റും തന്നെ ഇടാം. എൻ്റെ ഭംഗി നോക്കി ഇപ്പം തന്നെ സേമിയയുടെയും ക്യാരറ്റിൻ്റെയും കളറുകൾ നല്ല ഭംഗിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. നല്ല ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡും സേമിയൻ്റെ മെറൂൺ കളറും ഒക്കെ കണ്ടു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കിടക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് കുറുകി വന്നെ. ഇത് കുറുകി വന്നാൽ ആ കട്ട കുറി ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പോലെ ആക്കിയിടുന്നു. കാരണം പായസം ഇടുന്ന ചൂടാറുമ്പോൾ തന്നെ അത് കട്ടയാകും. നമുക്ക് ആവശ്യത്തിനുള്ള കട്ടയാകും അത്. അപ്പം അതുകൊണ്ട് നമുക്കിനി ഇളക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ പാകത്തിനാക്കിയെടുക്കണം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് റൈസ്. നമുക്ക് ഇളക്കി തന്നെ കൊടുക്കണേ. പായസത്തിൻ്റെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് ഇനി തിളച്ച് ഞാൻ ഇളക്കിയിട്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണ്. അതിന് തിളച്ചത് മേലോട്ട് ഇതാവും. ഈ പായസത്തിനല്ലേ നമ്മൾ ക്യാരറ്റ് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം ഇതിനൊക്കെ ഉണ്ട് കുറുകൽ പോലെ ഇങ്ങനെ വരും. കണ്ട കട്ടി പോലെ ആയി ഇപ്പം തന്നെ. അതാണ് ഞാൻ പാല് ഇച്ചിരി മാറ്റി വെച്ചത്. അതെന്തായാലും നമുക്ക് പാൽ ഒഴിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും അതെ ഇതിൻ്റെ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കട്ട പോലെ ആവും. നല്ലോണം വേവണേ. നല്ലോണം ഒന്ന് വെന്ത് ഇതാവണം. കാരണം സേമിയ ആയാലും ക്യാരറ്റ് ആയാലും വേവാനുണ്ട്. ഇപ്പോൾ വേവണം. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. പായസം നമുക്കറിയാലോ. ഇപ്പോഴത്തെ പായസം ഇതിൻ്റെ ആ സ്മെല്ല് വന്നണ്ടേ. നല്ല മണം. അതിൻ്റെ ഏലക്കായുടെയൊക്കെ ആ സ്മെല്ല് ഇപ്പോഴാണ് കേട്ടോ വന്നു തുടങ്ങിയത്. കണ്ട നല്ലൊരു കളറുമായി. ഓക്കെ, ഇത് വേഗം എളുപ്പപ്പണിയുണ്ട് ശരിക്കും. പെട്ടെന്ന് നമുക്ക് കഴിയും. പാലൊന്ന് തിളച്ച് വന്നതിൻ്റെ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ശരിക്കും. അല്ലാതെ ശരിക്കും നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഇത്. അതായത് ക്യാരറ്റ് ആ ചീവെടുക്കാനുള്ള പണി അതൊന്ന് നെയ്യിലെടുത്ത് വാട്ടണം. അത്രയേ ഉള്ളൂ പിന്നെ പണി എന്ന് പറയാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇത്തിരി. കാരണം വേറെ ഒന്നുകൂടി ഇതാവാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടി ഇതാവാനേ. പിന്നെ നിങ്ങൾ പാൽ ഒഴിക്കുകയാണെങ്കിലേ രണ്ടാമത് പാൽ ഒഴിക്കുകയാണെങ്കിൽ പച്ചപ്പാൽ കോരി ഒഴിക്കരുത് കേട്ടോ. പിരിഞ്ഞു പോകും. ഈ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഒന്ന് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി വേവിക്കേണ്ടി വരും. പിന്നെ അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്താൽ മതി. കളറൊക്കെ മാറി. കളറൊക്കെ മാറിത്തുടങ്ങി കേട്ടോ. നല്ലൊരു കളറായി. യെല്ലോ ഷെയ്ഡ്. നല്ല സ്മെല്ലൊക്കെ തുടങ്ങി. തീ ഒന്നുകൂടി കുറക്കാൻ പോവുകയാണ്.
നമ്മളെല്ലാവരും എല്ലാ ഓണത്തിനൊക്കെ അടപ്രഥമനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ വെക്കണത്. പരിപ്പ് പായസം, ഗോതമ്പ് അങ്ങനെയൊക്കെ വെക്കാറില്ലേ. ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഇങ്ങനെ ഈ ഓണം ഇങ്ങനെ ഞാൻ ചെയ്തു. കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും ചെയ്യണ അടപ്രഥമനും സേമിയോ അങ്ങനെയൊക്കെ ഞാനും വെച്ചു. പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഇത് കട്ട പോലെ ആയി. എൻ്റെ പായസം റെഡി ആയിട്ട് ഫൈനല് നമുക്ക് നമ്മൾ ഇവിടെ വറുത്ത് കോരി വെച്ചിരുന്ന ക്രിസ്മസ് ഇതിലോട്ട് ഞാനിടാൻ പോണേന് ക്യാഷ്നട്ടും കൂടി ഇതിനകത്ത് ഇടാൻ പോണേന്. ഇല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൊണ്ട് ഇതൊക്കെ ചേർത്ത് നല്ലതായിരിക്കും. ഇവിടെ ഞാൻ പറയില്ല ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഈ സാധനം ചേർക്കുന്നത്. കപ്പലണ്ടി അതേപോലെ തേങ്ങാക്കുത്ത് അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ടാൽ നല്ലതാണ്. ഇതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സാധനം. അപ്പം എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോണേന് കേട്ടോ. ഇത് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ചേട്ടനെ എന്താ വിളിക്കണത്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഇത്തിരി ഇതാക്കിയിട്ടുണ്ട്. ചൂടുണ്ട് കേട്ടോ നല്ലോണം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചേട്ടനെ പരിചയപ്പെടുത്തി തരാവേ. ഇതാണ് എൻ്റെ ചേട്ടൻ. ഇന്ന് ചേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനാണ്. ഇത് ചേട്ടൻ ഇന്നത്തെ ഗസ്റ്റാണ് ഇവിടുത്തെ വീട്ടിൽ. അപ്പോൾ ചേട്ടനെ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യിക്കാവേ. നല്ലതാണോ? ഇതിന്റെ സ്പെഷ്യൽ എന്നറിയാമോ? മനസ്സിലായോ? ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്ന സേമിയോ നമ്മൾ ചേർക്കൂലേ സാധാരണ സേമിയോ പായസവും ഒരു ക്യാരറ്റും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പെഷ്യലാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഓണത്തിന് എന്തായാലും നിങ്ങൾ പായസം വെക്കണേ. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.